രണ്ടാം ഗഡു ശമ്പളം ഗതാഗത മന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ട KSRTC ജീവനക്കാരൻ. ധനവകുപ്പിനോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. മാധ്യമങ്ങൾക്ക് മുന്നിൽ KSRTC പ്രീമിയം ബസ് ഓടിക്കുന്നതിനിടയിലാണ് അതേ ബസ്സിലെ ജീവനക്കാരൻ ശമ്പളം നൽകാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ജനം ബ്രേക്കിംഗ്. രാജീവ് ഇവരെ ശമ്പളത്തിൻ്റെ കാര്യം എന്തായി? രണ്ടാമത്തെ ചൂട് ഉറക്കാൻ പോകാം എന്നോട് പറയാം. ഞാൻ മിനിസ്റ്ററെ വിളിച്ച് പറയാം. എന്നിട്ട് അവരെ ഫോളോ ചെയ്തിട്ട് രണ്ടാമത്തെ ഗഡു ശമ്പളം ലഭിക്കേണ്ട ദിവസങ്ങളിലാണ് ആദ്യ ഗഡു ശമ്പളം KSRTC ജീവനക്കാർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ KSRTC പുതിയതായി നിരത്തിലിറക്കിയ AC പ്രീമിയം ബസിന്റെ വളയം പിടിക്കാനെത്തിയ ഡ്രൈവർ മണിയൻ ശമ്പളം ലഭിക്കാത്തതിന്റെ നീരസം മന്ത്രിയെ നേരിട്ടറിയിച്ചു. മാധ്യമങ്ങളെ വിളിച്ചുവരുത്തി ആഘോഷപൂർവ്വം ബസ്സോട്ടിച്ച മന്ത്രി ഇതോടെ പെട്ടു. ധനവകുപ്പിൽ നിന്നും പണം ലഭിക്കാത്തത് കൊണ്ടാണ് ശമ്പളം നൽകാൻ കഴിയാത്തതെന്നാണ് മറുപടി നൽകി ഗതാഗത വകുപ്പ് മന്ത്രി തലയൂരി. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ജീവനക്കാരുടെ ശമ്പളം നൽകണമെന്ന നിർദ്ദേശം KSRTCയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകി മന്ത്രി മുഖം രക്ഷിക്കാനും ശ്രമിച്ചു. ശമ്പളം മുടങ്ങാനുള്ള പ്രധാന കാരണം ധനവകുപ്പിൽ നിന്നും ലഭിക്കേണ്ട സഹായത്തിന്റെ കാലതാമസമാണെന്നാണ് KSRTC മാനേജ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട്. KSRTCയിൽ ഇനി ശമ്പളം മുടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രിക്ക് ഇതൊന്നും ചെയ്യാനാകുന്നില്ല. നിലവിൽ രണ്ടാം ഗഡു ശമ്പളം എന്ന് നൽകുമെന്ന് മാനേജ്മെന്റിനും വ്യക്തതയില്ല. ഇതോടെ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാനാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. അഖിൽ പല്ലൂട്ടുമഠം, ജനം, തിരുവനന്തപുരം.